നമസ്കാരമുണ്ട്. ഞാൻ കൊടുങ്ങശ്രീ കുരുമ്പാക്കാവിൽ കൗളാചാര കർമ്മം ചെയ്യുന്ന ശ്രീ കാളിമഠത്തിൽ മഠാധിപതി. എന്തായാലും ഈ 2025 വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിനങ്ങളാണ്. കാരണം ഈ മീനഭരണിയോട് ബന്ധപ്പെട്ട് നമ്മളെ കാവിലും ഭരണിക്ക് വന്ന ആൾക്കാരൊക്കെ കാവിൽ വരികയും അവർ ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തോടു കൂടി അന്നദാനമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ കണ്ട് പരാക്ഷത്തിനെ വാൽക്കണ്ണാടിൽ ആവാഹിച്ചിരുത്തിയ ദർശിച്ച് അവർ പോവുകയുണ്ടായി. എന്തായാലും അതിൻ്റെ ഒരു സന്തോഷം വളരെ ഈ 2025 വളരെ സന്തോഷം നിറഞ്ഞ കാര്യം തന്നെയാണ്. ചിലൊരു സംശയമുണ്ട്. കുലശ്രീ കുരുമ്പാക്കാവിൽ അങ്ങനത്തെ ഒരു കാവിലെ ഒരു കർമ്മം ഇതിന് ചെറിയൊരു കാവിലേക്ക് തന്നിരിക്കുന്നത്. പണ്ട് കാലത്ത് നമുക്കൊക്കെ അറിയാം, ഭഗവതി വന്ന് വന്നിരുന്ന ഒരു ത്രിസന്ധ്യ നേരത്തെ ഒരു കുടിൽ വന്നിരുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മതിലിൽ നിന്നും ദേവി വരികയും കൊടുങ്ങൽ ക്ഷേത്രത്തിലെ കൊടുങ്ങൽ ക്ഷേത്രത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന മനയിൽ പോയി വെള്ളം ചോദിക്കുകയും വെള്ളം ചോദിക്കാതെ ദേവിനെ ആട്ടുകയും അവിടുന്ന് ദേവി ഒരു കുടിൽ വന്ന് ഈ ദാഹജലം ചോദിക്കുകയും കൊടുക്കുകയും 3 ആകുമ്പത്തിൽ ദേവി പരാശക്തിയായി ലയിച്ചിരിക്കുന്ന ആ കാവിലേക്ക് ദേവി പോയി സ്വമേധയാ കുടിയിരിക്കുന്നൊരു കാവാണ് കൊടുങ്ങശ്രീ കുരുമ്പാക്കാവ്. ആ കാവ് 2005 കൂടി കുടുംബക്ഷേത്രത്തിലെ ചില പ്രതിനിധികളോട് വരികയും അവർ നമുക്ക് ചില ചടങ്ങുകളൊക്കെ ചെയ്തിരുന്നൊരു കാവാണ്. ഇപ്പം ഈ കാവിൽ 4 മതസ്ഥരൊക്കെ വരുന്നുണ്ട്. കാരണം ചേരമാൻ പള്ളിയോടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാവാണ് കൊടുങ്ങശ്രീ കുരുമ്പാക്കാവ്. ചില ആൾക്കാർക്ക് നമ്മൾക്ക് 4 പേർക്ക് കർമ്മമൊക്കെ എടുക്കുമ്പോൾ ചില വിഷമസന്ധിയുണ്ട്. 4 മതസ്ഥർക്ക് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു പ്രയാസമൊന്നും വേണ്ട. എൻ്റെ അരികിൽ വരുന്ന ഭക്തരുടെ ദുഃഖ ദുരിതത്തെയും ഞാൻ എന്നാവുന്ന കഴിവുകൊണ്ട് അവരെ കുടുംബത്തെ രക്ഷിക്കാൻ ശ്രമം നടത്തുന്നു മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഹിന്ദു വലുത് മുസ്ലിം ചെറുത്, അല്ലെങ്കിൽ മുസ്ലിം വലുത് ഹിന്ദു ചെറുത് എന്നൊന്നുള്ള ചിന്താഗതി എന്നിലില്ല. എൻ്റെ അരികിൽ വരുന്ന ഭക്തരുടെ അവരുടെ ദുഃഖ ദുരിതങ്ങൾ എങ്ങനെയാണ് ഈശ്വര മാറ്റുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഭഗവതി മാറ്റുക എന്ന് ചിന്തിച്ച് ആ ഒരു കർമ്മം പ്രവർത്തിക്കുന്ന വ്യക്തിത്വത്തിനുടമയാണ്. എന്തായാലും നമ്മൾ ഈ ഒരു കർമ്മം ഏറ്റെടുത്തിരിക്കുന്നത് കലിയുഗത്തെ മറികടന്ന് ദേവയുഗത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാവർക്കും പറഞ്ഞൊരു കലിയുഗമാണെന്നും മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അല്ലെങ്കിൽ രാജ്യങ്ങളൊക്കെ തന്നെ നിലം പൊത്തുകയാണ്, സർവനാശം വിധിച്ചിരിക്കുകയാണ്. കേരളത്തിൽ മാത്രം അങ്ങനെ വലിയ നാശങ്ങളൊന്നുമില്ല. ചെറിയൊരു പ്രളയം വന്ന് ആ ദുഃഖ ദുരിതം മാറിപ്പോയി. കൊറോണ വന്ന് ആ ദുഃഖ ദുരിതം മാറിപ്പോയി. നമ്മൾ ശാന്തമായി മുന്നോട്ട് പോകുന്നു. എന്നാൽ പണ്ട് കാലത്ത് ഈ ചേരമാൻ വംശജരും അതോടൊപ്പം തന്നെ അതിന് മുമ്പുള്ള വംശജരൊക്കെ ചെയ്ത പോലെ ചില കർമ്മമാണ് എനിക്ക് ഈ കാവിൽ കിട്ടിയിരിക്കുന്നത്. ബ്രാഹ്മണ കർമ്മമല്ല. എന്നിരുന്നാലും ഇവിടെ ചില ഹോമങ്ങളൊക്കെ ചെയ്യുന്നത് അതിപ്രധാനമായ കർമ്മികളാണ്. അത് ശബരിമല മേൽശാന്തികളും മറ്റുള്ള മഹാക്ഷേത്രത്തിലെ മേൽശാന്തികളാണ് ചില ഹോമങ്ങളൊക്കെ ചെയ്യുന്നത്. കലശവും ഹോമങ്ങളൊക്കെ ചെയ്യുന്നത് അതും മാസത്തിലൊരിക്കൽ. മറ്റുള്ള ദിവസത്തിൽ ദേവിക്ക് കൈക്കൊത്ത കർമ്മം എന്ന് പറയാം. അത് കർമ്മം പ്രവർത്തിച്ച് ദേവിനെ പരാശക്തിയായിരിക്കും ദേവിനെ ആവാഹിച്ച് നേരെ ആ ശ്രീകോവിലേക്ക് അയക്കുന്ന ഒരു ചടങ്ങാണ് ഈ കാവിൽ കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ 2 വർഷമായി ഭരണിക്കാരൊക്കെ കൂടെ ഈ കാവിൽ വന്ന് തൊഴുതു പോകുന്നുണ്ട്. അത് വളരെ സന്തോഷം. എന്നാലും ഈ മീനഭരണിക്ക് അവർക്ക് എല്ലാവിധത്തിലും സന്തോഷം നിറഞ്ഞൊരു ഇതാണ്. പപ്പടം പഴം പായസം 8 തരം കൂട്ടുകാരികളോട് കൂടി അന്നൊക്കെ കൊടുത്തവർക്ക് വിട്ട് സന്തോഷത്തോട് കൂടി വിട്ട് എല്ലാ വർഷവും ഈ കാവിൽ ഇങ്ങനത്തെ ഒരു ചടങ്ങുണ്ടാവും, അന്നദാന ചടങ്ങുണ്ടാവും. ഇപ്പോൾ എന്ന ഭരണിക്കാരുടെ ആൾക്കാരൊക്കെ കാവിലൊക്കെ വന്ന് പോവുക, സന്തോഷത്തോടെ വന്ന് ഈ ബാൽക്കണ ദർശിച്ച് നേരെ കാവ് കിട്ടാൻ പോവുക. അതിന് പുണ്യം വേറെ തന്നെയാണ്. പിന്നെ കൊടുങ്ങൽ കാവിലെ ശക്തിയായിരിക്കുന്ന ദേവിയെ ഈ കാവിലേക്ക് മാസത്തിലേക്ക് ആവാഹിച്ച് പൂജ ചെയ്യുന്ന കർമ്മം ഈ കാവിൽ നടക്കുന്നുണ്ട്. എന്താണ് കൂടെ നമ്മുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ.